ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത് MEG4 ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിലെ ബ്ലോക്ക് 1 ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4 ലാംഗ്വേജ് ആൻഡ് തോട്ട്. ബ്ലോക്ക് 1 ഫസ്റ്റ് 3 യൂണിറ്റ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അതാദ്യം കണ്ടു നോക്കുക. ഓക്കെ, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ഈ രണ്ട് വേർഡും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. നമുക്ക് മനസ്സിൽ വരുന്ന തോട്ട്സ് നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം? ഓഫ് കോഴ്സ് നമുക്ക് ലാംഗ്വേജ് വേണം, അല്ലേ? ലാംഗ്വേജ് എന്താണ്? അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ബട്ട് തോട്ട് എന്താണ്? അതൊരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്. ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് പറയുന്നത് സാപ്പിർ ആൻഡ് വോൾഫിൻ്റെ തിയറീസും ഇവരുടെ തോട്ട്സ് ഫോളോ ചെയ്യാതെ വന്ന പിങ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ തിയറീസുമാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഇനി ഇൻട്രൊഡക്ഷൻ നോക്കാം. ബിഫോർ ദാറ്റ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഷോർട്സിൽ ജനറൽ നോളജ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ലാംഗ്വേജ് ഈസ് പ്രൈമറി ആൻഡ് മേക്സ് തോട്ട് പോസിബിൾ. കുറച്ച് പീപ്പിൾസൊക്കെ ബിലീവ് ചെയ്യുന്നത് എന്താണ്? ലാംഗ്വേജ് പ്രൈമറി ആണെന്നും തോട്ട്സിനെ ലാംഗ്വേജ് കൊണ്ടാണ് സാധ്യമാക്കുന്നുവെന്നുമാണ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സെൻട്രൽ ടു അവർ തോട്ട് പ്രോസസ്സ്. മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കാനും നമ്മുടെ സ്വന്തം ആശയങ്ങൾ പ്രകടിപ്പിക്കാനും മാത്രമല്ല, നമ്മുടെ ചിന്തകളെ വളരെ സങ്കീർണമായ രീതിയിൽ രൂപപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ തോട്ട്സ് മനസ്സിലാക്കണമെങ്കിൽ ലാംഗ്വേജ് വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാനും അത് പല രീതിയിൽ അറേഞ്ച് ചെയ്യാനും എന്താണ്? ലാംഗ്വേജ് വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ലാംഗ്വേജ് ഇൻ ദിസ് സെൻസ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഓഫ് തോട്ട് ആൻഡ് ഡിഫൈൻസ് ദ ലിമിറ്റ്സ് ഓഫ് അവർ തോട്ട്. ദിസ് വി മേ റിഗാർഡ് ആസ് ദ കോഗ്നിറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് തോട്ടിൻ്റെ ഘടനാപരമായതും നമ്മുടെ ചിന്തയുടെ ലിമിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതുമാണ്. ഇതിനെയാണ് കോഗ്നിറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ തോട്ടിനെ രൂപീകരിക്കുന്നത്, അറേഞ്ച് ചെയ്യുന്നത്, തോട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത് ലാംഗ്വേജ് ആണെന്ന് ബിലീവ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഇവരെയാണ് എന്ത്? കോഗ്നിറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഇത് ഫോളോ ചെയ്യാതെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെന്താണ് പറയുന്നത്? തോട്ട് കംസ് ഫസ്റ്റ്, ലാംഗ്വേജ് ഈസ് ഓൺലി എ ടൂൾ ഫോർ എക്സ്പ്രഷൻ, എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് തോട്ടാണ് ആദ്യം വരുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ടൂൾ ഫോർ എക്സ്പ്രഷൻ ആണ്, എ മീൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് വ്യൂ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിലാണ് പിന്നീട് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുള്ളത്. അതിൽ മെയിനായിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഫെർഡിനൻഡ് ഡെ സോഷുവറിൻ്റെ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ. ഇപ്പോൾ ചെയർ എന്ന ഒരു വേർഡ് എടുക്കാം. ഈ ചെയർ എന്ന വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്ത് വരും? ഒരു ഇമേജ് വരും ചെയറിൻ്റെ, അല്ലേ? ചെയറിന് 4 ലെഗ്സ് ഉണ്ട്, എ സീറ്റ്. ഒന്നല്ലെങ്കിൽ അതൊരു വുഡിൻ്റെ ഒരു ചെയർ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ഫൈബറിൻ്റെ ഒരു ചെയർ ആയിരിക്കും. ഇങ്ങനെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ന്യൂ ചെയർ കാണുകയാണ്, അപ്പോൾ നമ്മൾ അതിന് ഒരു ന്യൂ വേർഡ് പറയുന്നില്ല. എന്താണ്? ചെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ന്യൂ ചെയർ കാണുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മൾ അതിനൊരു പുതിയ പേരിടണമൊന്നുമില്ല. അതിൻ്റെ പേരെന്താണ്? ചെയർ തന്നെയാണ്. നമ്മുടെ മൈൻഡിൽ അപ്പോഴും ചെയർ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ചെയറിൻ്റെ ആ ഒരു ഇമേജാണ് വരിക, അല്ലേ? അതാണ് ദ വേർഡ് ആൻഡ് ദ മീനിങ് റിലേഷൻഷിപ്പ് ഈസ് ആർബിറ്ററി. അതായത് നമ്മൾ ചെയർ എന്ന് പറയുന്നത് അത് മുന്നേ ഉള്ള ആളുകൾ ആ ഒരു വേർഡ് യൂസ് ചെയ്തത് കൊണ്ടാണ്, അല്ലേ? അതിൻ്റെ വേറെ എന്തെങ്കിലും ആണ് അതിൻ്റെ പേര് എന്നുണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും യൂസ് ചെയ്യുക. മുന്നേ ഉള്ള ആളുകൾ അതിന് ചെയർ എന്ന് യൂസ് ചെയ്തുകൊണ്ട് നമ്മളും അതിന് ചെയർ എന്ന് യൂസ് ചെയ്യാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ആ ഒരു കുട്ടീനോട് നമ്മൾ പെന്നിനെ പെൻസിലാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുട്ടി എന്താണ്? പിന്നീട് പെന്ന് കണ്ട പെൻസിലിനെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു ലാംഗ്വേജ് ആയിരിക്കും പിന്നീട് പറയുക. ഓക്കെ, ഈ ഒരു പെയറിംഗ് ഓഫ് ലേബൽ ആൻഡ് കോൺസെപ്റ്റിനെയാണ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്. ഇനി ബുക്ക് എന്നൊരു വേർഡ് എടുക്കാം. ബുക്ക് എന്ന് പറയുമ്പോൾ അതിലെ ആ ഒരു സൗണ്ട് ലെറ്റേഴ്സ് BOOK എന്ന് പറയുന്ന ആ ഒരു ഫോണറ്റിക് സ്ക്രിപ്റ്റ് ഒരുമിച്ച് വന്ന് മോർഫിയം ഫോം ചെയ്ത ആ ഒരു വേർഡ്, ബുക്ക് എന്ന ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ബുക്കിൻ്റെ ആ ഒരു ഇമേജാണ്, ആ ഒരു കോൺസെപ്റ്റാണ്. സോ അതാണ് ഇവിടെ ഫെർഡിനൻഡ് ഡെ സോഷർ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബുക്കിന് ഹിന്ദിയിൽ കിതാബ് എന്ന് പറയുന്നു, ചെയറിന് കുർസി എന്ന് പറയുന്നു. അപ്പോഴും ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണ്? ലാംഗ്വേജ് മാറുമ്പോഴും നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ആ ഒരു ഇമേജ് തന്നെ വരുന്നത്. അപ്പോൾ കിതാബ് എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു ബുക്കിൻ്റെ ആ ഒരു ഇമേജ് തന്നെയാണ്.
സോ അതാണ് സോഷ്യർ പറയുന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജിനും സിഗ്നിഫയറും സിഗ്നിഫൈഡും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സാപ്പേവ് ഓഫ് ഹൈപ്പോതെസിസ്. ഇത് മുന്നേ യൂണിറ്റ് 2 നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൂംഫീൽഡ് എന്ന് പറയുന്ന വ്യക്തി മെക്കാനിസ്റ്റിക് ഓർ ബിഹേവിയറിസ്റ്റിക് മെത്തേഡിലൂടെയാണ് പഠിച്ചത്. അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് മെൻ്റലിസ്റ്റിക് മെത്തേഡിലൂടെയാണ് സാപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാപ്പറിൻ്റെ ഈ ഒരു മെൻ്റലിസം ലാംഗ്വേജും മൈൻഡും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കി. അത് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ധാരണ രൂപപ്പെടുത്തുന്നതിനായി ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ ഒരു പങ്ക് വഹിക്കുന്നുവെന്ന വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ബെഞ്ചമിൻ വോഫാണ് പിന്നീട് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇതിന് സാപ്പേവ് ഓഫ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എഡ്വേർഡ് സാപ്പിഡിൻ്റെയും സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ലീ വോഫിൻ്റെയും 2 പ്രിൻസിപ്പിൾസാണ് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. ഫസ്റ്റ് വൺ, ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് ഡിഫറെൻറ്റ് പീപ്പിൾസ് വേൾഡിനെ ഡിഫറെൻറ്റ് വേയ്സിൽ കാണുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾ പറയണത് എന്താണ്, ഒരു കൈൻഡ് ഓഫ് വാട്ടർ മാത്രമാണ് ചില ആളുകൾ പറയുന്നത്. മറ്റുള്ളവരെന്താണ് 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാട്ടറിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാട്ടർ ഉണ്ടാകുമ്പോൾ അതിന് 5 നെയിംസും വേണം അല്ലേ, 5 ഡിഫറെൻറ്റ് നെയിംസും വേണം. അതാണ് പറയണത്. കുറച്ച് പേര് ഒരു കൈൻഡ് ഓഫ് വാട്ടർ മാത്രമാണ് പറയുന്നത്, കുറച്ച് പേര് ഒരുപാട് കൈൻഡ് ഓഫ് വാട്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം, 5 നെയിംസ് വേണം. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവരുടെ റിലേഷൻഷിപ്പിൽ അങ്കിൾ ആൻഡ് ഓണ്ട് എന്നാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. അത് വിചാരിച്ചിട്ട് മറ്റുള്ള കമ്മ്യൂണിറ്റിയിലും അത് തന്നെ ആവണമെന്നില്ല വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്കിളിനും ആൻറ്റിക്കും പകരം വേറൊരു വേർഡായിരിക്കും ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിനാൽ നമുക്ക് ചുറ്റുമുള്ള വേൾഡിനെ ലേബൽ ചെയ്യാൻ നാച്ചുറലോ അബ്സല്യൂട്ടോ ആയിട്ടുള്ള ഒരു വേ ഇല്ല എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ്, ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് ലാംഗ്വേജ് നമ്മുടെ തോട്ടിന് ഒരു ഫ്രെയിം വർക്ക് നൽകുന്നു. ഈ ഫ്രെയിമിന് പുറത്ത് ചിന്തിക്കുക അസാധ്യമാണ് എന്നാണ് പറയുന്നത്. അതായത് ട്രീ എന്നൊരു വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പിക്ചർ വരുമോ? ഇല്ല. ട്രീയുടെ ആ ഒരു പിക്ചർ മാത്രമല്ലേ വരുന്നുള്ളൂ, വേറൊരു പിക്ചറും നമ്മുടെ മനസ്സിൽ വരുന്നില്ലല്ലോ. അതായത് നമ്മുടെ തോട്ടിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, അതിന് പുറത്തേക്ക് ചിന്തിക്കൽ ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ് തോട്ട്. ഇത് കൊണ്ടുവന്നത് പിങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതുവരെ പറഞ്ഞ തോട്ട്സിനോട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുവരെയുള്ള സ്കോളേഴ്സ് പറഞ്ഞത് ലാംഗ്വേജും തോട്ടും തികച്ചും ഡിഫറെൻ്റ് ആയ കാര്യങ്ങളാണെന്നും തോട്ട്സും ഐഡിയാസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ലാംഗ്വേജ് എന്നതാണ് ഇതുവരെയുള്ള സ്കോളേഴ്സ് പറഞ്ഞിരുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പിങ്കർ പറയുന്നത്. According to Pinker, the idea that thought is the same thing is language is an example of what may be called a conventional absurdity. ഇദ്ദേഹം പറയുന്നത് ലാംഗ്വേജും തോട്ടും ഒന്നു തന്നെയാണെന്ന ആശയം കൺവെൻഷണൽ അബ്സേർഡിറ്റി എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്നാണ്. കൺവെൻഷണൽ അബ്സേർഡിറ്റി മീൻസ് വിതൗട്ട് എനി യൂസ്. It is, of course, a truism to say that language helps us to articulate our thoughts, ideas and images. നമ്മുടെ തോട്ട്സ്, ഐഡിയാസ്, ഇമേജസ് വ്യക്തമാക്കാൻ ലാംഗ്വേജ് നമ്മെ സഹായിക്കുന്നു എന്നത് ഓഫ് കോഴ്സ് ട്രൂ ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ ലാംഗ്വേജിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയി നടക്കുന്ന മെൻ്റൽ ആക്ടിവിറ്റിയുടെ എമൗണ്ട് സബ്സ്റ്റാൻഷ്യലും സിഗ്നിഫിക്കൻറ്റും ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ലാംഗ്വേജ് തോട്ട്സും ഐഡിയാസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മുടെ മൈൻഡിലൂടെ ഓടുന്ന എല്ലാ കാര്യങ്ങളും ലാംഗ്വേജിനോട് ഡിഫൈൻ ചെയ്യേണ്ടതാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓർഡിനറി പേഴ്സണ് വീട് മാറി അവിടുത്തെ ഫർണിച്ചേഴ്സൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് എന്നിട്ട് ഓരോ റൂമിലും കയറിയിട്ട് അദ്ദേഹം ഓരോന്ന് സെറ്റ് ചെയ്യുകയാണ്. ഏത് കോർണറിലാണ് ടി വി വെക്കേണ്ടത്, വാഷിംഗ് മെഷീന്, സോഫ അങ്ങനെയുള്ളതൊക്കെ എവിടെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആൾ തിങ്ക് ചെയ്യാണ്. ഇവിടെ ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഇതിന് ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു മെൻ്റൽ ആക്ടിവിറ്റിക്ക് ലാംഗ്വേജിൻ്റെ ആവശ്യം ഇല്ല. അതാണ് പിങ്കർ പറയുന്നത്, ഇവിടെ ലാംഗ്വേജിന് പ്രസക്തിയില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില സമയത്ത് ആളുകൾ പറയും എൻ്റെ മനസ്സിലുണ്ട് ഒരു കാര്യം, പക്ഷേ എനിക്കത് എങ്ങനെ പുറത്ത് പറയണം എന്നെനിക്കറിയില്ല, എനിക്കത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചിലർ പറയും.
അതാണ് ഇപ്പോൾ ലാംഗ്വേജ് തോട്ടും ഇത്രയും കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാംഗ്വേജും തോട്ടും നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലുള്ളതൊക്കെ പുറത്ത് പറയാൻ നമുക്ക് സാധിക്കൂലേ. പക്ഷേ ചില സമയത്ത് നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറയുന്നത്, ലാംഗ്വേജും തോട്ടും ഇത്രയും കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. കൂടുതലായിട്ടും ടെക്സ്റ്റ് വായിക്കുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.